ഈ നവംബറിൽ ഇന്ത്യയുമായിട്ടുള്ള ടാരിഫിൻ്റെയും പ്യുണിറ്റീവ് ടാരിഫിൻ്റെ റെസിപ്രോക്കൽ ടാരിഫും തീരുമെന്നാണ് ഏകദേശം എല്ലാവരും പറയുന്നത്. ഗവൺമെൻറ് ഈ പറയുന്ന എക്സ്പോർട്ടേഴ്സിനോട് പറയുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ ഇന്ത്യയുടെ GDP-യിൽ 5 to 6% ഈ ചൈനയുടെ മുകളിലുള്ള ടാരിഫ് നമുക്ക് പ്രയോജനമായി വരാനുള്ള സാധ്യതയുണ്ട്. GDP-യിൽ തന്നെ ഒരു 5 to 6% ഗ്രോത്ത് നമുക്കുണ്ടാകാൻ, കാരണം എക്സ്പോർട്ട് ഗ്രോത്ത് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ തൊഴിലവസരം കൂടും, എക്സ്പോർട്ട്. കാരണം നമ്മൾ വളരെ കോമ്പറ്റേറ്റീവായ ചില ഫീൽഡുണ്ട്, ടെക്സ്റ്റൈൽസ്, ഫാർമ, മറ്റുള്ള പല സെക്ടേഴ്സിൽ ചൈനയുമായിട്ട്. അതേപോലെ തന്നെ സ്പെയർ പാർട്സ്, ജൂവലറി, ഈ സാധനം നമ്മളും ചൈനയുമായിട്ട് കട്ടയ്ക്കാണ് പോകുന്നത്. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനൊരു സംഭവം വരുമ്പോൾ ഇന്ത്യൻ എക്സ്പോർട്ടിനെ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ വീണ്ടും അമേരിക്കൻ ട്രേഡുമായിട്ടും, അതേപോലെ തന്നെ അമേരിക്ക ഇതേപോലെ ട്രേഡ് സാങ്ഷൻ, അതായത് സാങ്ഷൻ അല്ല ടാരിഫ് ചൈനയ്ക്ക് മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് ബാധിക്കാനുള്ള സാധ്യത. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഉക്രൈൻ, അമേരിക്ക, റഷ്യയുമായിട്ടുള്ള വെപ്പൺസിനകത്ത് അവർ പണം കൊടുത്ത് വാങ്ങി അമേരിക്കയുടെ നിന്ന് മേടിച്ചിട്ടാണ് ഉക്രൈന് കൊടുക്കുന്നത്. കാരണം ഇവരിത് അമേരിക്കയ്ക്ക് ഈ പറയുന്ന റെയർ എർത്ത് മെറ്റൽസ് കൊടുത്തില്ലെങ്കിലും ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത് ബേസിക്കലി ചൈനയുമായിട്ടുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുടെ ബിസിനസ്സിനെ, അവരുടെ ട്രേഡിനെയും ബാധിക്കും. കാരണം ഇവ എല്ലാ രാജ്യങ്ങളുടെയും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയാണ്. റഷ്യ ഉക്രൈൻ വാറാണ് ഈ യൂറോപ്പിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്.